എഴുതി വെച്ച് 1 തൊട്ട് 19 വരെയുള്ള മൊത്തം കൂടെ ആഡ് ചെയ്യുക. ആ കിട്ടുന്ന സ്കോറ് ഒരു കിൻഡർ ഗാർഡൻ ടു ഫസ്റ്റ് ഗ്രേഡ്, കിൻഡർ ഗാർഡൻ മുതൽ ഒരു ഫസ്റ്റ് ഗ്രേഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കുട്ടിയിൽ എന്താ പറയാ 10 മിസ്റ്റേക്സ്, ഓക്കെ, 10 മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഉണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഒരു 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരു 7 മിസ്റ്റേക്സ് ആണ് കാണുന്നുവെങ്കിൽ, ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്ന സ്കോർ 7 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിസ്ലെക്സിയ ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, 5 to 8, 5th സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടിക്ക് 5 മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിസ്ലെക്സിയ ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. 9th സ്റ്റാൻഡേർഡ് മുതൽ മേപ്പോട്ടുള്ള കുട്ടികൾക്ക് 3 മിസ്റ്റേക്സ് ആണെങ്കിൽ ഡിസ്ലെക്സിയയുടെ ഇൻഡിക്കേഷൻ ആണ് കാണുന്നത്. ഈ കിൻഡർ ഗാർഡൻ മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടിക്ക് 10ൽ താഴെയാണ് എന്താ പറയാ മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 10 മിസ്റ്റേക്ക്, കറക്റ്റ് 10 മിസ്റ്റേക്കോ അല്ലെങ്കിൽ അതിന് മേലെയാ വരുന്നുണ്ടെങ്കിൽ, 10 മിസ്റ്റേക്കോ അതിന് മേലെയോ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഉണ്ടോ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. കൺഫേം അല്ല, ജസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ്, ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രമാണ്. ഓക്കെ, സിംറ്റംസ് ഉണ്ടാന്നുള്ള ഒരു ക്ലൂ ആണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ളവർക്ക് 7 മിസ്റ്റേക്കോ അല്ലെങ്കിൽ അതിന് മേലെയോ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഇൻഡിക്കേഷൻ ആണത്. 5th സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെയുള്ളവർക്ക് 5 മിസ്റ്റേക്സോ അല്ലെങ്കിൽ 5ന് മേലെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ 9th സ്റ്റാൻഡേർഡ് മുതൽ മേലോട്ടുള്ളവർക്ക് 3 മിസ്റ്റേക്സോ അല്ലെങ്കിൽ 3ക്ക് മേലെ ആണെന്നുണ്ടെങ്കിൽ, 3യോ 3ക്ക് മേലെ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ലെക്സിയ ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഡിസ്ലെക്സിയ